നമസ്കാരം. കേരളത്തിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. KPCC ഓഫീസിന്റെ മുന്നിൽ ഇന്നലെയോടുകൂടി തന്നെ പന്തൽ ഉയർന്നതാണ്. അത് വെറുതെ ആയില്ല എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇന്ന് ഫലപ്രഖ്യാപന ദിവസം പുറത്തേക്ക് വരുന്നത്. UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു. അതായത് ഇത്രയും കാലം, അതായത് ഒരു 10 വർഷം കടൽ ഉൾവലിഞ്ഞ രീതിയിലാണ് UDF നിന്നത്. എന്നാൽ ഇന്ന് അതീവ ശക്തിയായി തന്നെ UDF ആഞ്ഞടിക്കുന്നു. കേരളത്തിൽ 92 സീറ്റുകളിൽ കേരളം UDF ഇപ്പോൾ മുന്നിലേക്ക് നിൽക്കുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ 46 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ എല്ലാ UDFിലെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെയും നേതാക്കൾ ഇപ്പോൾ ഒന്നടക്കം ഞെട്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ, അതായത് തിരുവനന്തപുരത്തിന്റെ ഗുജറാത്ത് എന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന നേമം മണ്ഡലത്തിൽ, തിരുവനന്തപുരത്തിന്റെ ഗുജറാത്ത് എന്ന് വിശേഷണമുള്ള നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വൻ തേരോട്ടം ശിവൻകുട്ടിയെ ചവിട്ടിക്കൂട്ടി ചുരുക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ അവിടെ നേമത്ത് BJPയുടെ താമര മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെ പോയാലും ഒരു 3 അല്ലെങ്കിൽ ഒരു 4 സീറ്റ് കേരളത്തിൽ ഇപ്രാവശ്യം നിയമസഭയിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വരുന്ന, അതായത് CPM ഇന്ത്യയിൽ അവസാനത്തെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് CPM അന്ത്യം കുറിക്കുന്നു. അല്ലെങ്കിൽ CPM ഈ രാഷ്ട്രീയ കേരളത്തിൽ നിന്നടക്കം പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നടക്കം, പൊളിറ്റിക്സിൽ നിന്നടക്കം CPM എന്നേക്കുമായി ഒരു തിരശ്ശീലയിലേക്ക് വീഴുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലിടന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. അതായത് പിണറായി വിജയൻ പിന്നിലേക്ക് പോയി എന്ന സൂചന അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ ക്യാമ്പിനെ ഞെട്ടിച്ചിരിക്കുന്നു. പക്ഷേ ശൈലജ ടീച്ചർ മുന്നിലേക്ക് നിൽക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത എന്തായാലും ഈ CPM ഇനി ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് വരും. അപ്പോൾ അടുത്ത പ്രതിപക്ഷ നേതാവ് ആര് എന്നൊരു ചോദ്യചിഹ്നം അവിടെ വരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ അടക്കം വലിയ ഒരു തോൽവി, അത് വമ്പൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിൽ എല്ലാ മന്ത്രിമാരും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൂടാതെ നേമം മണ്ഡലത്തിലടക്കം ഇപ്പോൾ മഞ്ചേശ്വരത്ത് അടക്കം BJP ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് സുരേന്ദ്രൻ അടക്കം മഞ്ചേശ്വരത്ത് ഇപ്പോൾ NDA മുന്നേറ്റം ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേമത്ത് വലിയ രീതിയിലുള്ള ലീഡ് BJP ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഷോക്കിംഗ് വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത് UDF 91 സീറ്റുകളിലേക്ക് മുന്നിൽ നിൽക്കുന്നു. LDF 46 സീറ്റ്, NDA 3 സീറ്റ് എന്നിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വീണ ജോർജ്, കടകംപള്ളി രാമചന്ദ്രൻ, മന്ത്രി PN വാസവൻ അടക്കമുള്ളവർ, KB ഗണേഷ് കുമാർ, റോസിൻ അഗസ്റ്റിൻ അടക്കമുള്ളവർ ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നു. അതായത് വമ്പൻ തോൽവി ഏറ്റുവാങ്ങുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വമ്പൻ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ എത്രത്തോളം ജനവികാരം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഞ്ഞടിക്കുന്നു, അല്ലെങ്കിൽ ശക്തമായി അലയടിക്കുന്നു എന്നതിന്റെ ഒരു നിർണായക തെളിവ് ഇതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ജനവിരുദ്ധ വികാരമോ ഇല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ റഹീം അടക്കമുള്ളവർ, അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുമെങ്കിലും ജനവികാരം CPMനെതിരെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇടതുപക്ഷം 46 സീറ്റുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരടക്കം പിന്നിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരടക്കം തോൽവി ഏറ്റുവാങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രം. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരിൽ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ അവരെല്ലാവരും ഇപ്പോൾ വിജയിക്കുമായിരുന്നു. കാരണം നമുക്കറിയാം, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ത് പ്രയോജനമാണ് ആരോഗ്യമന്ത്രി ഈ ആരോഗ്യ മേഖലയിൽ കാണിച്ചതെന്ന് ആർക്കും അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി അദ്ദേഹം കാണിച്ചതെന്ന് ആർക്കും അറിയില്ല. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഓരോ പുതിയ ബസ്സുകൾ മാത്രം വാങ്ങിച്ചു കൂട്ടുന്നു എന്നല്ലാതെ KSRTCക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റോസിൻ അഗസ്റ്റിൻ ജലമന്ത്രി, അദ്ദേഹം കേരളത്തിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ അലയുന്നു. ഭക്ഷ്യമന്ത്രി എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യം. നിയമത്ത് ഇത്രയും വർഷം, അതായത് ശിവൻകുട്ടി 5 വർഷം നിയമം ഭരിച്ചു, അതിൽ നിയമത്തെ MLA ആയിരുന്നു, അതിൽ ഒരു തരത്തിലുമുള്ള വികസനം ഉണ്ടായില്ല എന്നതിന്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരന് ജനങ്ങൾ വോട്ട് നൽകി. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വലിയൊരു രാജീവാനന്ദ തേരോട്ടം ഇപ്പോൾ അവിടെ നിയമത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.